വിനാഗിരി ഒഴിച്ച് വെക്കാം. തക്കാളി അരിഞ്ഞെടുത്ത് വെക്കാം. ഗ്യാസ് കത്തിച്ച് ഉരുളി ചൂടാകുമ്പോൾ അതിലേക്ക് ഓയിലൊഴിച്ച് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള, പൊടിയായി അരിഞ്ഞിരിക്കുന്ന സവോള വഴറ്റാനിടാം. സവോള വഴന്ന് വരുമ്പോഴത്തേക്കും നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി പേസ്റ്റ്, അത് ഞാൻ മിക്സിയിൽ അടിച്ച് പേസ്റ്റാക്കിയാണ് എടുത്തിരിക്കുന്നത്. ചെറുതായിട്ട് അരിഞ്ഞു വിടാം. ആ പേസ്റ്റ് ഈ സവോള വഴന്നു വന്നതിലേക്ക് ചേർക്കാം. അത് ചേർത്ത് നല്ലപോലെ ഇളക്കി 5 മിനിറ്റ് ബ്രൗൺ കളറാകുമ്പോഴത്തേക്കും നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന പൊടികൾ, മല്ലിപ്പൊടി 3 സ്പൂൺ, മുളക് പൊടി 1 സ്പൂൺ, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, മസാലപ്പൊടി എല്ലാം കൂടെ ഇതിലേക്ക് ചേർക്കാം. ചേർത്ത് വഴന്ന് വരുമ്പോഴത്തേക്കും നമ്മൾ അരിഞ്ഞു വച്ചിരിക്കുന്ന തക്കാളി അരിഞ്ഞത് ഇതിലേക്ക് ചേർക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ലേശം വെള്ളം കൂടി ഒഴിച്ചാൽ മുളക് പൊടിയൊക്കെ കരിഞ്ഞു പോകാതെ ഇരിക്കും. നല്ലപോലെ ഒന്നുകൂടെ ഇളക്കി മൊരിയുമ്പോഴത്തേക്കും നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന തക്കാളി ഇട്ട് അരപ്പ് നല്ലപോലെ മൊരിച്ചെടുക്കണം. കഴിഞ്ഞ് കഴുകി വെച്ചിരിക്കുന്ന ഡക്ക്, താറാവ് പീസസ് ഇതിലേക്കിട്ട് ചെറു തീയിൽ 1/2 മണിക്കൂർ വേവണം. കുക്കറിൽ വേണമെങ്കിൽ ഇത് വെക്കാം. കുക്കറിൽ വെച്ചാൽ അതിലും വേഗം നേരത്തെ കിട്ടും. ഉരുളിയിലിട്ട് ഗ്യാസിൽ വെച്ചാൽ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും. ഈ ഉരുളിയിലിട്ട് ഒരു സിമ്മിൽ ഇട്ട് 1/2 മണിക്കൂർ 30 മിനിറ്റ് വേവിച്ച് വരുമ്പോഴത്തേക്കും നമ്മുടെ കറി റെഡിയാകും. ഈ നേരം കൊണ്ട് എനിക്ക് കുറച്ച് പച്ചമാങ്ങ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പച്ചമാങ്ങ തോല് കളഞ്ഞ് അരിഞ്ഞ് ഒരു ബൗളിൽ എടുത്ത് വെക്കും. പച്ചമാങ്ങ അച്ചാറിടാം. കടുക് മാങ്ങ, അപ്പോൾ ഇതിൽ ഈ ഡക്ക് കറിയിൽ ഉരുളക്കിഴങ്ങ് ഇഷ്ടമുള്ളവർക്ക് ഉരുളക്കിഴങ്ങ് വേണമെങ്കിൽ ഇടാം. ഞാനൊരു ഉരുളക്കിഴങ്ങ് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. അതും കൂടെ ഇട്ടിട്ടാണ് ഇതിലേക്ക് ചേർത്ത് വെച്ചത്. ഡക്ക് റോസ്റ്റ് ഇത് തന്നെ തേങ്ങാപ്പാൽ കൂടി ചേർത്ത് ചാറായിട്ട് വേണമെങ്കിൽ എടുക്കാം, ഇല്ലെങ്കിൽ തേങ്ങാപ്പാലിടാതെ റോസ്റ്റായിട്ട്. ലാസ്റ്റ് മല്ലിയില കൂടി വിതറി കറി ഓഫ് ചെയ്യുക. ചോറിനും ചപ്പാത്തിക്കും എല്ലാത്തിനും നല്ലതാണ്, ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. പച്ചമാങ്ങ, കടുകുമാങ്ങ അച്ചാറിടാനായിട്ട് കുറച്ച് വെളുത്തുള്ളി, പച്ചമുളക്, കരിവേപ്പില എല്ലാം പൊടിയായിട്ട് അരിഞ്ഞെടുക്കണം. ചുവന്നുള്ളി വേണ്ട. മാങ്ങ അരിഞ്ഞു വെക്കണം. ചീനച്ചട്ടി ചൂടാവുമ്പോഴത്തേക്കും അതിലേക്ക് ഞാൻ എള്ളെണ്ണയാണ് വെച്ചത്. നല്ലെണ്ണ എന്ന് പറയും. ആ എള്ളെണ്ണ ഒരു 3 സ്പൂൺ 4 സ്പൂൺ ഇട്ട് കടുക് പൊട്ടിക്കാനിടും. കടുക് പൊട്ടി വരുമ്പോഴത്തേക്കും കുറച്ച് ഉലുവ കൂടി ചേർക്കാം. ഉലുവ കൂടി ചേർത്ത് അത് പൊട്ടി വരുമ്പോഴത്തേക്കും നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി, പച്ചമുളക്, ഇഞ്ചി, കരിവേപ്പില പേസ്റ്റ് ആക്കിയില്ലെങ്കിലും കുഴപ്പമില്ല. അത് മൊരിഞ്ഞ് വരുമ്പം ഇതിനാവശ്യമായ മുളക് പൊടി 2 സ്പൂൺ, മഞ്ഞൾപ്പൊടി, കുറച്ച് കായപ്പൊടി 1/2 സ്പൂൺ കായപ്പൊടി എല്ലാം കൂടെ ചേർത്ത് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ലേശം വിനാഗിരി ഒഴിക്കാം. വെള്ളം ചേർക്കണമെന്നില്ല. മാങ്ങയിൽ നിന്ന് ഇഷ്ടംപോലെ വെള്ളം വരും. അപ്പോൾ ഈ അരിഞ്ഞ് വെച്ചിരിക്കുന്ന മാങ്ങയും കൂടെ ചേർത്ത് ഗ്യാസ് ഓഫ് ചെയ്യുക. അപ്പോൾ കടുക് മാങ്ങ അച്ചാർ റെഡിയായി.